ബാൽസം ചെടിയെക്കുറിച്ചാണ് ഇന്ന് പറയാൻ പോകുന്നത്. ഈ ബാൽസം എല്ലാവർക്കും അറിയാം. ഇതൊക്കെ നമ്മുടെ പഴയ ടൈപ്പ് ബാൽസാണ് കേട്ടോ. ഇപ്പോൾ കുറേ പുതിയ മോഡൽ ഇറങ്ങിയിട്ടുണ്ട്. വെറൈറ്റി ആയിട്ടുള്ള 10 ഇനം ബാൽസങ്ങളൊക്കെ നന്നായിട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. പൂക്കളൊക്കെ കണ്ടിട്ടുണ്ട്. പല കളറിൽ പല ഷേപ്പിൽ ഒക്കെ ഉണ്ട്. അപ്പം നമുക്കിത് നട്ടുപിടിപ്പിക്കാനായിട്ട് ഏറ്റവും എളുപ്പമാണ്. ഇത് എപ്പോഴും തണുപ്പ് സ്ഥലങ്ങളിലാണ് നന്നായിട്ട് കൂടുക. പക്ഷെ ഇപ്പോൾ ഇത് ഏത് ക്ലൈമറ്റിലായാലും നമുക്ക് പിടിപ്പിച്ചെടുക്കാവുന്നതുമാണ്. അതുപോലെ വളങ്ങൾ ഒഴിച്ചു കൊടുത്താൽ മതി. പിടിപ്പിക്കാനായിട്ടാണെങ്കിൽ ഏറ്റവും എളുപ്പമാണ് ഈ ബാൽസം. ഇതിൻ്റെ ചെറിയൊരു തണ്ട് ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഒന്ന് കുത്തി കൊടുത്താൽ മതി. അതധികം മണ്ണും മണലും കൂടിയിട്ടുള്ളതാണെങ്കിൽ കുത്തി കൊടുത്താൽ വേഗം വേര് പിടിക്കും കേട്ടോ. പിന്നെ സൈഡുകളിലൊക്കെ വേര് വരും ഇതിൻ്റെ. അപ്പോൾ ആ വേര് വരുന്ന ഭാഗം നോക്കി നമുക്ക് കട്ട് ചെയ്ത് അതിൽ നിന്നും പിടിപ്പിക്കാം. ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ ആ സൈഡുകളിൽ നിന്നും ബ്രാഞ്ചസൊക്കെ വരും. അപ്പോൾ ഇത് ഏറ്റവും വേഗത്തിൽ പിടിപ്പിക്കാവുന്ന ഒരു ചെടിയാണ് ബാൽസം. അപ്പോൾ നമുക്ക് മുറ്റം നിറച്ച് പൂക്കൾ ഉണ്ടാക്കണമെങ്കിൽ അധികം കാശൊന്നും ചിലവാക്കണ്ട. ഇതുപോലത്തെ ബാൽസമൊക്കെ വെച്ചാൽ മതി. അപ്പോൾ ഇഷ്ടം പോലെ പൂവുണ്ടായി നിൽക്കും. പുതിയ വെറൈറ്റികൾ ഇതിൻ്റെ കുറേ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ചട്ടികളിൽ വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ് കേട്ടോ. പിന്നെ ഇതൊക്കെ നമ്മുടെ പഴയ സാധാരണ ബാൽസങ്ങളും ഇതുപോലെ വെച്ച് കൊടുക്കാവുന്നതാണ്. അതുപോലെ വളം ചെയ്യുമ്പോൾ ഗ്രീൻ കെയർ നല്ലതാണ്. ഇടയ്ക്ക് ആ ഗ്രീൻ കെയറൊക്കെ ഒന്ന് തെളിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നല്ല പച്ചപ്പും നന്നായിട്ട് പൂക്കളും ഉണ്ടാകും. അതുപോലെ തന്നെ മണ്ണും കൂടിയിട്ട് വെക്കുന്നതാണ് നല്ലത്. അധികം വെയിൽ ഒന്നും വേണ്ട ഇതിന്. അപ്പോൾ നമുക്ക് മഴയൊന്നും അധികം കൊള്ളാത്ത സ്ഥലത്ത് വെച്ചാൽ അധികം ഇതിന് തണുപ്പാണ് ഇഷ്ടം. അപ്പോൾ അതുകൊണ്ട് മഴയൊന്നും അധികം കൊള്ളാത്ത സൈഡുകളിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് പൂക്കളുണ്ടാകും. പിന്നെ ഏത് സമയത്തും ഇത് പൂവിടും ചെയ്യും. അപ്പം നമുക്ക് എപ്പോഴും പൂക്കൾ ഇഷ്ടപ്പെടുന്നവർക്ക് ഏറ്റവും ചിലവ് കുറഞ്ഞ രീതിയിൽ വെക്കാവുന്ന ഒരു ചെടിയാണ് ഈ ബാൽസം. അപ്പോൾ പൂക്കൾ വേണമെന്നുള്ളവരൊക്കെ ഈ ബാൽസം വെച്ച് പിടിപ്പിച്ചാൽ മതിയാവും കേട്ടോ. പിന്നെ ഇതിൻ്റെ കട്ടിങ്സ് പിടിപ്പിക്കാനാണെങ്കിൽ ഏറ്റവും എളുപ്പവുമാണ്. ചെറിയ ചെറിയ കട്ടിങ്ങുകൾ ഒടിച്ചെടുത്തിട്ട് നട്ടു കൊടുത്താൽ മതി. വേഗം പിടിക്കുകയും ചെയ്യും. അതുപോലെ പരന്ന പോട്ടുകളിലൊക്കെ വെക്കുകയാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും. ഈ താമരയുടെ പോട്ടൊക്കെ ഉണ്ടെങ്കിൽ അതിലേക്ക് ഒരു 4 കടയൊക്കെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ 4 പ്ലാന്റ്സ് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അത് തിങ്ങി നിറഞ്ഞുണ്ടാവും ചെയ്യും. നല്ല പൂക്കളും കിട്ടും ചെയ്യും. അപ്പോൾ എപ്പോഴും നമ്മൾ ഇതിൻ്റെ ഇത് കുറച്ച് വലുതായി കഴിഞ്ഞാൽ ഇതുമ്പോൾ തന്നെ വേര് കാണാം നമുക്ക്. കണ്ടോ, ഇതുപോലെ വേരുകളുണ്ടാവും. അപ്പോൾ ആ വേരുള്ള ഭാഗം നമ്മൾ കുത്തി വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് ഇഷ്ടം പോലെ ചെടികൾ ഉണ്ടാക്കാൻ പറ്റും. ഏറ്റവും എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ചെടിയുമാണ് ഈ ബാൽസം. പിന്നെ കുറച്ച് ചാണകപ്പൊടിയോ അല്ലെങ്കിൽ കുറച്ച് വളങ്ങൾ നമുക്ക് ഇംഗ്ലീഷ് വളങ്ങളൊക്കെ വേണമെങ്കിൽ ഒന്ന് ചെറുതായിട്ട് കലക്കി തെളിച്ച് കൊടുക്കാവുന്നതാണ്. എപ്പോഴും അധികം വേണ്ട, കാരണം വെള്ളം അധികം ഇഷ്ടമില്ലാത്ത ചെടിയാണ്. അപ്പോൾ കുറച്ച് വെള്ളത്തിൽ ഒഴിച്ച് കൊടുത്താൽ മതിയാകും. അപ്പോൾ ഇതുപോലെയൊക്കെ എല്ലാവരും വീടുകളിൽ പിടിപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും പൂക്കളുണ്ടായി കാണാവുന്നതാണ്. വേര് ഒരു ചെറിയ കഷ്ണം മതി വേര് പിടിക്കാനും. പിന്നെ ഇതിൻ്റെ വലിയ കടകളൊക്കെ ആയിക്കഴിഞ്ഞാൽ ഇത് ഷേപ്പ്ലെസ്സായി മാറും. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിൻ്റെ കൂടുതൽ വന്ന ഭാഗങ്ങളൊക്കെ വെട്ടി മാറ്റിയിട്ട് ബുഷിയായിട്ട് നിർത്തണം. ബുഷിയാക്കി നിർത്തുമ്പോഴാണ് അതിന് ഭംഗി കൂടുക. അപ്പോൾ എപ്പോഴും ഷേപ്പ്ലെസ്സായി കഴിഞ്ഞാൽ അത് വെട്ടി മാറ്റിയിട്ട് അതിൻ്റെ കട്ടിങ്സ് നമുക്ക് താഴെയോ അല്ലെങ്കിൽ ഇതുപോലെയൊക്കെ ചെറിയ പോട്ടുകളിലോ ഇങ്ങനെയൊക്കെ വേര് പിടിപ്പിക്കാവുന്നതാണ്. എപ്പോഴും വെട്ടി ബുഷിയാക്കുമ്പോൾ അതുമ്മേ നിറച്ച് പൂക്കളുണ്ടാവാനും തുടങ്ങും. അപ്പോൾ എല്ലാവരും ഷേപ്പ് ചെയ്തോളൂ. വലുതായി വരുമ്പോൾ ഷേപ്പ് ചെയ്തിട്ട് വേണം നിർത്താനായിട്ട്. അതിൻ്റെ കട്ടിങ്സും നമുക്ക് മണ്ണിലൊക്കെ നട്ടു കൊടുത്താൽ മതി. ഇഷ്ടം പോലെ പൂക്കളുണ്ടാവും. ഇപ്പോൾ കണ്ടു, ഇത് പല കളറിലുള്ള ഇനങ്ങളുണ്ട്. 10 ഇനമൊക്കെ ഉണ്ട് ഇതിൻ്റെ. ഇപ്പോൾ പുതിയതായിട്ട് വേറെയും കളറുകളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കമൻറ്റൊക്കെ ഒന്ന് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ എല്ലാവരും ഇതുപോലെ ബാൽസം വീടുകളിൽ വെച്ച് പിടിപ്പിച്ച് നിറച്ച് ചട്ടികളിൽ വെക്കാൻ നോക്കുക. അപ്പോൾ പൂക്കളൊക്കെ നമ്മുടെ വീടുകളിൽ ഇഷ്ടം പോലെ ഉണ്ടാകും. നമുക്ക് പൈസ കൊടുത്തൊന്നും അധികം മേടിക്കണ്ട. ഇപ്പോൾ 2 3 കിട്ടിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് തന്നെ വേണ്ട തൈകളുണ്ടാക്കി മുറ്റം നിറച്ച് നമുക്ക് പൂക്കളുണ്ടാക്കി വെക്കാവുന്നതാണ്. അധികം പൈസ ചിലവുമില്ല, പൂക്കളുണ്ടാവുകയും ചെയ്യും കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതുപോലെയൊക്കെ ചെയ്ത്
പൂക്കളുണ്ടാക്കുക. പിന്നെ നമുക്ക് വേറെ വെറൈറ്റികൾ വേണമെങ്കിൽ മേടിക്കാനും കിട്ടും. അധികം വിലയൊന്നുമില്ല. അപ്പോൾ വേണമെങ്കിൽ നമുക്കിതുപോലെ മേടിച്ചും വെച്ച് അതിൽ നിന്ന് കുറേ ഉണ്ടാക്കാം. അപ്പോൾ ഒരു കട മതി.